ഹലോ, ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാനെപ്പോഴും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കാണാറുള്ള കാര്യമാണ് എല്ലാവരും ഇവിടെയുള്ള ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിവിടെ ഇരുന്നതാണ്. ലോങ് വീഡിയോയുടെ ഫോർമാറ്റിൽ വീഡിയോ എടുക്കാൻ ഞാൻ എപ്പോഴും മറന്നു. ഞാനിവിടെ വന്നിരിക്കണതൊക്കെ ഞാൻ വീഡിയോ എടുത്താണ്, പക്ഷേ ഷോർട്സിൻ്റെ ഫോർമാറ്റിലായിപ്പോയി. എല്ലാ ദിവസവും റൂമിൽ ഒരേ സ്ഥലത്തിരുന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പുറത്തൊക്കെ വന്നിരുന്ന് കഴിക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. നാട്ടിലാണെങ്കിൽ മാങ്ങയുടെ സീസണാണല്ലോ, അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാവും. അപ്പം ഞാനിപ്പോൾ കഴിക്കുന്നത് ഫ്രോസൺ മാംഗോസാണ് കേട്ടോ. അപ്പോൾ അതിവിടെ കിട്ടും, കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. നാട്ടിൽ അത്രയും മധുരമൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് വന്നിങ്ങനെ ഇരുന്ന് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ ചെറിയൊരു ചടപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല. പിന്നെ മാത്രമല്ല, ഇങ്ങനെ മരവും ഇലയും കിളിയും ഒക്കെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ. നല്ല കാറ്റും ഉണ്ട്, കാഴ്ചകൾ കണ്ടിരിക്കുകയും ചെയ്യാം. താഴെയാണെങ്കിൽ കുറേ പൂക്കളൊക്കെ ഉണ്ട്, പിന്നെ ഡാൻഡലിയോൺസും അങ്ങനെയൊക്കെ. അപ്പം ഞാനതൊക്കെ പറിച്ച് ഊതിക്കളയണമായിരുന്നു, പക്ഷെ ചിലതൊന്നും പെട്ടെന്ന് ഊതിയാൽ പോകില്ല, 2-3 പ്രാവശ്യം ഊതിയാലേ പോവുള്ളൂ. ഇതൊരു മഞ്ഞ കളർ പൂവാണ് കേട്ടോ. അത് പിന്നെ വാടി ഉണങ്ങിക്കഴിയുമ്പോഴാണ് ഇങ്ങനെ ആവുന്നത്. ഇതിവിടെ കുറേ ഉണ്ട്, ഈ കാണുന്ന പൂക്കളൊക്കെ ഇവിടെ കുറേ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ അങ്ങനെ നട്ട് വളർത്തണതല്ല, അങ്ങനെ കാടായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ കാട്ടുചെടി പോലെ അങ്ങനെ ഇതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പറിച്ച് കളയുകയും ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 2 ദിവസം മുന്നൊക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ പൂക്കളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോണ്ട് അത് ഫുള്ള് വെട്ടി വൃത്തിയാക്കി, പൂവില്ല ഒന്നുമില്ല, ജസ്റ്റ് അടിയിൽ ആ ഒരു ചെറിയൊരു പച്ചപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ പൂക്കളൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു പറിച്ചെടുത്ത് റൂമിൽ കൊണ്ട് വെക്കാമെന്ന്. ഇങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് അങ്ങനെ വേസിലിട്ട് വെക്കുന്നത്. വേസും അങ്ങനെ ഫാൻസി ഫ്ലവേഴ്സൊന്നും വാങ്ങിക്കാനുള്ളൊരു കാശില്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാതെ വെച്ചു. ഇതൊരു നല്ല രസമുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ തുളിപ്സൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് ഒരു നട്ടേക്കുന്ന കാരണം നമുക്കതൊന്നും പറിക്കാൻ പറ്റില്ല, പറിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ കാട്ടിലുള്ളൊരു ചെടിയാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു കുറവ് തോന്നിയിട്ട് ഞാൻ കുറച്ച് നീലപ്പൂക്കൾ അവിടെ നിൽക്കണ്ടായിരുന്നത് അതും കൂടി പറിച്ചെടുത്ത്. ഇതിന് പിന്നെ അധികം ഉറപ്പില്ല കേട്ടോ, ഒന്ന് പിടിച്ച് ആഞ്ഞ് കുലുക്കിയിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞു പോകും. പക്ഷേ ഭയങ്കര കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കളായിരുന്നു. അപ്പോൾ അതും കൂടി എന്തായാലും പറിച്ചെടുത്ത്. നല്ല രസമില്ലേ കാണാനായിട്ട്, ചെറിയൊരു ബൊക്കെ പോലെ പിടിച്ചപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, എനിക്കും ഇഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ ചെറിയൊരു ചില്ലിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ വെള്ളം നിറച്ച് പൂക്കളൊക്കെ അതിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഞാൻ എല്ലാം കൂടി ഒരു കുപ്പിയിലേക്കാക്കി. അപ്പോൾ അത് ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷേ നീലപ്പൂവിനും ഞെട്ടിനൊന്നും അധികം നീളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്നും വെള്ളത്തിൽ മുട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കി, പക്ഷേ ശരിയായില്ല. പിന്നെ ഞാനത് ഇതേപോലെ തന്നെ വേറൊരു ചില്ല് കുപ്പിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലും കൂടി വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചു. സംഭവം അങ്ങനെ വെച്ചപ്പോൾ 2 കുപ്പിയിലാണെങ്കിലും ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.